അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് കടന്നു കഴിഞ്ഞ പിന്നെ ദുനിയാവിൽ അനുഭവിച്ചത് മുഴുവനും അവൻ മറന്നു പോവുകയാണ്. അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വല്ലാത്ത മടിയാണ്. അവന് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അവൻ ഇഷ്ടപ്പെടുന്നതല്ല. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച് കടത്തി വിടുകയാണ്. ആ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദമേ, ഇഷ്ടമുള്ളത് തിന്നോ, നിനക്ക് തോന്നുന്നത് പോലെ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ ആദം നബിയോട് അല്ലാഹു പറയുകയാ. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലൂടെ നടക്കുകയാണ്. പടച്ചവനെ ഉല്ലസിച്ചുകൊണ്ട് ആ സ്വർഗത്തിന്റെ നടുവിലൂടെ ആദം നബി ഇങ്ങനെ നടക്കുകയാ. പക്ഷേ ഈ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നിട്ടും ആദം നബിക്കൊരു സന്തോഷമില്ല, ആദം നബിക്കൊരു സമാധാനമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബിക്കൊരു സന്തോഷം തോന്നുന്നില്ല. എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവുള്ളതുപോലെ. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും നിനക്ക് ഞാൻ തന്നല്ലോ, എന്നിട്ടെന്തേ നിനക്കൊരു സന്തോഷമില്ലാത്തതെന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുമ്പോ ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഒറ്റയ്ക്ക് നടന്നു മടുത്തല്ലാ, ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവരെ, എനിക്കൊരു കൂട്ടുവേണം തമ്പുരാനെ, എനിക്കൊരു കൂട്ട് വേണം തമ്പുരാന്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബിക്കൊരു സന്തോഷമില്ല. ആദം നബി അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ, എനിക്കൊരു കൂട്ട് വേണം തമ്പുരാന്, എനിക്കൊരു ഇണയ വേണം തമ്പുരാന്. കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാനാ ഇത് പറഞ്ഞത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തറിയോ? ഏറ്റവും വലിയ സന്തോഷമാണ് കുടുംബജീവിതം. ഒറ്റക്കുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതമല്ല, ഒറ്റക്കുള്ള ജീവിതം സമാധാനമുള്ള ജീവിതമല്ല. പല ചെറുപ്പക്കാരും ചോദിക്കും, എന്തിനാ ഉസ്താദേ വിവാഹം കഴിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിച്ചാ മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ വല്ലാത്ത പേടിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് എന്തിനാ ഉമ്മ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അതിനുള്ള മറുപടി അല്ലാഹു തന്നെ പറയുകയാ. എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞതെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞതെന്നറിയുമോ? ഒരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയാ, ഒരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നതിന് വേണ്ടിയാ, ഒരാനന്ദമുള്ള ജീവിതത്തിന് വേണ്ടിയാ വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വിവാഹ ജീവിതം വല്ലാത്ത ആനന്ദമുള്ളതാണ്. ലോകത്ത് ഇതുപോലെ സന്തോഷമുള്ള, ഇതുപോലെ സമാധാനമുള്ള, ഇതുപോലെ സുഖമുള്ള വേറെ ഒന്നും ഈ ദുനിയാവിലില്ല. എന്റെ പ്രിയമുള്ളവര്, ഖുർആൻ പറയുന്നത് പോലെ പരസ്പരം സ്നേഹത്തോടെ ജീവിച്ച മരിച്ചാലും മറക്കാൻ കഴിയൂല, മരിച്ചാലും മറക്കാൻ കഴിയൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, കൊതിക്കണം പെങ്ങള്, കൊതിക്കണം ചെറുപ്പക്കാരാ, ഇതുപോലെ ഒരു ജീവിതമാക്കാ കൊതിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്, അവിടുന്ന് യാത്ര പറയുകയാണ്. അവസാനം ഫാത്തിമ ബീബി മരണപ്പെട്ടു. അവിടത്തെ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അല്ലാഹുവേ,
മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെ കിടന്ന തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയില്ല. ഒരൊറ്റ രാത്രി തന്റെ ഭാര്യ കാണാതെ വന്നപ്പോ അലിയാർ തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. വീടിന്റെ കിടപ്പറയിൽ കിടന്ന് അലിയാർ തങ്ങൾ കരയുകയാണ്. അവസാനം ഉറക്കം വരാതെ അലിയാർ തങ്ങൾ രാത്രി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അലിയാർ തങ്ങൾ കടന്നു പോയത് എവിടെയെന്നറിയുമോ? ജന്നത്തുൽ ബഖീയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്താ. അലിയാർ തങ്ങൾ പാതിരാത്രി അതാ കൊണ്ടുപോയി മരണപ്പെട്ടുകൊണ്ട് ഖബറടക്കിയതിന്റെ 1ാമത്തെ രാത്രിയില് അലിയാർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് സലാം പറയുകയാ. അല്ലാഹുവേ, സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ പച്ച മണ്ണിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് അലിയാർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, പിണക്കമാണോ ഫാത്തിമ? എന്റെ സലാം അടക്കാത്തതെന്ത് ഫാത്തിമ? എന്നെ മറന്നുപോയോ ഫാത്തിമ? മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഒരു ഭർത്താവ് സലാം പറയുകയാണ്. കരന്നുകൊണ്ട് ചോദിക്കുന്നു, മടക്കു ഫാത്തിമ. സലാം അടക്കാതെ വന്നപ്പോ പച്ചമണ്ണിന്റെ മുകളിൽ തന്റെ കരങ്ങൾ എടുത്ത് വെച്ചിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, ഖബറേ, എന്റെ മണവാട്ടിയോട് സലാം അടക്കാ പറക്കബറ്. എന്റെ ഫാത്തിമയുടെ വീടെങ്ങനെയുണ്ട് ഖബറ്? ഫാത്തിമയുടെ വിശേഷം എന്താണെന്ന് പറയുന്നു. പാതിരാത്രി തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ടൊരു ഭർത്താവ് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എടാ, വെറുതെയല്ല പെണ്ണ് കെട്ടാൻ പറഞ്ഞത്, ഷോയ്ക്കല്ല പെണ്ണ് കെട്ടാൻ പറഞ്ഞത്. മാതാപിതാക്കള് നിർബന്ധിക്കുമ്പോ കെട്ടാനുള്ളതല്ല വിഭാഗം. എന്തിനാ പെണ്ണ് കെട്ടുന്നതെന്നറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ. എന്തിനാ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാ വിവാഹം കഴിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.